ഹലോ എവ്രി വൺ. ഇവിടെ നോക്കിയേ, ഡിഫറെൻ്റ് സൈനുകളുള്ള ഒരു ഡെസിമൽ നമ്പറിന് എങ്ങനെയാണ് നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനൊക്കെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഡിഫറെൻ്റ് സൈന് കാണുന്നുണ്ടോ നോക്കാം. അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കണ്ട, അല്ലേ? ഡിഫറെൻ്റ് സൈനുകളാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്നുകിൽ അതിന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈന് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെയോ, നമ്മൾ ഫസ്റ്റ് നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ, നെഗറ്റീവാണ് സൈന് കാണുന്നതെങ്കിൽ ആദ്യം നമ്മളിവിടെ പോസിറ്റീവായിട്ടുള്ള സംഖ്യേനെ എഴുതുക. അതായത് ഇവിടെ കാണുന്നത് പോസിറ്റീവ് എന്താണ്? 2.4 ആണ് അല്ലേ? അപ്പോൾ 2.4 പൊതുവേ നമ്മൾ പോസിറ്റീവിന് നമ്മൾ ആ സൈന് കൊടുക്കാറില്ല. നമ്മളിപ്പോൾ 1, 2, 3 എന്നൊക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ പോസിറ്റീവ് നമ്പറുകളാണ്. പക്ഷെ നമ്മൾ എവിടെയും അതിനൊരു പ്ലസ് എന്ന സൈന് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് കേട്ടോ. 2.4 പ്ലസ് നമ്മൾ ഒഴിവാക്കിയിട്ട് 2.4 എന്ന് എഴുതി. പിന്നെയോ അടുത്തതിൻ്റെ സൈൻ എന്താണ്? -1.2 അല്ലേ? അപ്പോൾ -1.2 ഇങ്ങനെ എഴുതി. ഓക്കെ. ഇനി ഈ 2.4 നിന്ന് 1.2 എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ 2.4 എന്ന് എഴുതി, അല്ലേ? 2.4 മൈനസ്. ഓക്കെ. ഇനി 1.2 അപ്പോൾ നമ്മൾക്കിവിടെ ഓരോന്നും, ഇപ്പോൾ ഒരു ഹോൾ നമ്പറും കാണാം, നമുക്കിവിടെ ഡെസിമൽ പാർട്ടും കാണാം, അല്ലേ? ഹോൾ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3 ഇങ്ങനെ പറഞ്ഞിട്ട് പോയിൻറ്റിന് മുമ്പ് വരുന്ന നമ്പറിനെയാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയും. അതിനുശേഷം ഡെസിമൽ ചേർന്നിട്ട് വരുന്ന നമ്പറിനെ നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2.4 നമ്മൾ അതേപോലെ എഴുതിയിട്ട് അടുത്തതിലും ഇതേപോലെ ഹോൾ നമ്പർ ഉണ്ടാവുമല്ലോ, ഈ ഹോൾ നമ്പറിന് താഴെയായിട്ട് ഹോൾ നമ്പർ തന്നെ എഴുതാം. അതായത് ആ നമ്പർ, പോയിൻറ്റിന് മുമ്പുള്ള നമ്പർ അതേപോലെ എഴുതാം. എന്നിട്ട് ഈ പോയിൻ്റ് നമ്മൾ ഒരേ ലെവലിൽ വരണം. ഓക്കെ. പോയിൻ്റ് ഒരേ ലെവലിൽ വരണം. ഒരേ ലെവലിൽ ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി അടുത്തത് എന്താണ്? 1.2 അല്ലേ? അപ്പോൾ ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള എത്ര നമ്പറാണോ, അപ്പോൾ ഇവിടെ 1, 2, 3 അങ്ങനെ കുറേ നമ്പർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് ശേഷമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു 2 എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിന് ഓർഡർ ചെയ്ത് എഴുതേണ്ടത്. സെറ്റാണല്ലോ. ഇനി ഈ 2.4 മൈനസ് 1.2 നമ്മൾ സാധാരണ എങ്ങനെയാണോ കുറക്കുന്നത് അതേപോലെയാണ് ചെയ്യുന്നത്. 4ൽ നിന്നും 2 പോയാൽ എത്രയാണ്? 2 ആണ് അല്ലേ? 2 എന്ന് എഴുതി. ഇനി ഇതേ ലെവലിൽ പോയിൻ്റ് വരണം കേട്ടോ. ഇവിടെയൊക്കെ എന്താണ്, ഒരു സ്ഥാനം കഴിഞ്ഞാണ് നമുക്ക് പോയിൻ്റ് ഉള്ളത്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി 2ൽ നിന്ന് 1 പോയാൽ എന്താണ്? 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 1.2 ആണ്. ഇനി ഇതിൻ്റെ സൈൻ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? സൈൻ എങ്ങനെയാണ് വരുന്നത്? 2.4 സാധാരണ ഇതെന്താണ്, നോർമൽ നമ്മൾ ചെയ്യാറുള്ള കുറക്കലാണ്. 2.4ൽ നിന്ന് 1.2 കുറക്കുക എന്നുള്ളത്, അല്ലേ? ഇവിടെ വലിയ നമ്പറിന് പ്ലസ് ആണ്, ചെറിയ നമ്പറിന് മൈനസ് ആണ്. അപ്പോൾ ഈ വലിയ നമ്പറിൻ്റെ സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, അറിയാലോ. അപ്പോൾ 1.2 എന്ന് പറയുമ്പോൾ അത് പ്ലസ് 1.2 ആണ്. അതായത് ആൻസർ വരുന്നത് 1.2 തന്നെയായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, -4.25 പ്ലസ് 1.25. നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം പ്ലസ് വരുന്നതിന് ആദ്യം എഴുതാം, അല്ലേ? പ്ലസ് വരുന്നത് 1.25 ആണ്. 1.25 മൈനസ് 4.25. അപ്പോൾ പ്ലസ് വരുന്നതിന് ആദ്യം എഴുതിയിട്ട് ആ മൈനസ് എന്ന സൈനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ 4.25 അല്ലെങ്കിൽ അടുത്ത നമ്പറിന് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 1.25 എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയാണ്. 4.25 എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ സംഖ്യയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് മൈനസ് കൊടുക്കണം, അല്ലേ? 1.25ൽ നിന്ന് നമുക്ക് ഒരിക്കലും 4.25 കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുക എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും നമ്മളൊരു നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുക്കും, അല്ലേ? അപ്പോൾ നമ്മൾ മൈനസ് ആണെന്ന് ഉറപ്പാണ് ഇവിടെ. ഇനി നമ്മൾ സാധാരണ നമ്മുടെ നമ്പർ എങ്ങനെയാണോ സബ്ട്രാക്ട് ചെയ്യാറ് അതേ രീതിയിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 4.25 5ൽ നിന്ന് മൈനസ് 1.25 നമ്മൾ കുറക്കുക, അല്ലേ? ഇനി എന്ത് ചെയ്യാം? കുറക്കുന്ന സമയത്ത് 5ൽ നിന്നും 5 പോയാൽ 0 ആണല്ലോ. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഒരേ ലെവലിലാട്ടോ വരുന്നത്. 4.1 എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരേ രീതിയിലാണ് വരുന്നത്. 5ൽ നിന്ന് 5 പോയാൽ 0 ആണ്. 2ൽ നിന്ന് 2 പോയാലും 0 ആണ്. 4ൽ നിന്ന് 1 പോയാൽ 3 ആണല്ലോ.
അപ്പോൾ 3.00 3.00 പോയിൻറ്റിന് ശേഷം 0 മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ 3 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ -3 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുക കേട്ടോ. -3 ഒക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് സൈനുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലസ്സും ഡെസിമൽ നമ്പേഴ്സിന് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് സൈന് സെയിം സൈനാണെങ്കിലോ നമുക്കറിയാം. ഇപ്പോൾ ഇതിന് സെയിം സൈനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്, 1.25 -1.25 -1.4 ഇങ്ങനെയാണെങ്കിലോ രണ്ടും കൂടെ നമ്മൾ കൂട്ടും അല്ലേ. അപ്പോൾ 1.25 കൂട്ടണം 1.4, പോയിൻ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എഴുതാം കേട്ടോ. നമ്മൾ ആ ലെവലിൽ തന്നെ എഴുതി പോകണം. ഇപ്പോൾ 5ൻ്റെ താഴെ ഇവിടെ വേറൊരു നമ്പറും ഇല്ല അല്ലേ. ഇവിടെ 2 നമ്പറാണ്, ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ 5ന് താഴെ കൊടുക്കാൻ ഒരു നമ്പറും ഇല്ല കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണേ. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ താഴെ 5 എന്ന് എഴുതും, 6 എന്ന് എഴുതും. ഓക്കെ, പോയിൻ്റ് ഒരേ ലെവലിൽ തന്നെ പോയിൻ്റ് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ആ ഒരേ ലെവലിൽ തന്നെ നമ്മുടെ പോയിൻറ്റ്സൊക്കെ വരണം. ഇനി ഒന്നും കൂട്ടുമ്പോൾ 2, അപ്പോൾ 2.65 പിന്നെ രണ്ടും നെഗറ്റീവ് സൈനാണല്ലോ. രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആൻസറിൽ നമുക്ക് നെഗറ്റീവ് സൈൻ കാണാൻ പറ്റും. അപ്പോൾ -2.65 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡെസിമൽസിൻ്റെ കേസിൽ നമ്മൾ വരുന്നത്. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഫ്രാക്ഷൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, -1/2 + 2/3. ഇപ്പോൾ ഇതിന് നമ്മൾക്ക് രണ്ടും നെഗറ്റീവാണ് അല്ലേ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം പോസിറ്റീവ് വരുന്ന രീതിയിൽ എഴുതാം, 2/3 -1/2. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അറിയാൻ പറ്റൂലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾക്ക് ഈ 2 നമ്പറും കൂടെ, ഇത് ഡിനോമിനേറ്ററാണ് അല്ലേ, ഛേദത്തിലുള്ള നമ്പറുകളാണ്. അപ്പോൾ അത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 3 × 2 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. 3 × 2 എന്ന് എഴുതി, അത് നമ്മുടെ ഛേദത്തിലുള്ളതായിട്ട് നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ അംശത്തിലേക്ക് വരുമ്പോൾ, ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. അതായത് ഈ മുകളിലുള്ളതും താഴെയുള്ളതും ഗുണിക്കാം. 2 × 2. ഓക്കെ, ഇനി ഇവിടെ സെൻറ്ററിലുള്ള സൈൻ ഏതാണ്, നെഗറ്റീവ് ആണല്ലോ, മൈനസ് ആണല്ലോ. അപ്പോൾ ഞാൻ മൈനസ് ഇട്ടു. അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 × 1, അത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് അതിനെ ഗുണിച്ചു, അതിനെ ഗുണിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 × 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആണ് അല്ലേ. 4 - 3 × 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 4 - 3/3 × 2 6. അപ്പോൾ 4ൽ നിന്ന് 3 പോയാൽ എത്രയാണ്, 1 ആണല്ലോ. 1/6 എന്നാണ് ഇവിടെ കിട്ടുന്നത്. സെറ്റാണല്ലോ. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതിന് സിംപ്ലിഫൈ ചെയ്യുകയും വേണം കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 1/6 എന്ന് തന്നെ എഴുതി. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് 1/6 ആണ്. ഓക്കെ, അതിൻ്റെ സൈനും എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും കേട്ടോ. അവിടെ സൈന് 4 - 3 ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാലോ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയാണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈനിലൊന്നും വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് 2 നമ്പേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം കേട്ടോ. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം, അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഏതാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഒന്നും കൂടെ ചെയ്ത് നോക്കിയാലോ. 1/3 മൈനസ് ആട്ടോ, -1/3 -2/5. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ആദ്യം ഡിനോമിനേറ്ററിൽ രണ്ടും കൂടെ ഗുണിക്കുക അല്ലേ. അപ്പോൾ രണ്ടും എന്താണ്, സെയിം സൈനുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആൻസറിൽ എങ്ങനെയായാലും ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് സൈനാണ് രണ്ടും എന്നുള്ളത് കൊണ്ട് രണ്ടിലും എന്തുണ്ട്, നെഗറ്റീവ് സൈനും കൂടെ ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 3 × 5 3 × 5. ഇനിയോ ന്യൂമറേറ്ററിൽ ഏതൊക്കെയാണ് വരുന്നത്, അത് ക്രോസ് ചെയ്തു 1 × 5 എന്ന് വരും. പിന്നെയോ -3 - 3 × 2 3 ×
2 എന്ന് വരും. ഓക്കെ, ഇനി വരുന്നത് 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ആണ്. 5 മൈനസ് 3 ഇൻറ്റു 2 6 ബൈ 15 എന്ന് വരും. സൈൻ എന്തുണ്ടാവും? നെഗറ്റീവ് സൈൻ അവിടെ ഉറപ്പാണ് അല്ലേ. ഇനി -5 -6 എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം, രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട്. അപ്പോൾ -11 എന്ന് വരും. -11 ബൈ 15 ആണ് ഇതിന് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ.